നമ്മളിനി ഡൽഹിയിലേക്ക് പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ ഏറെ ഞെട്ടിച്ച ഒരു സ്ഫോടനം രാജ്യതലസ്ഥാനത്ത്, അതിൽ ഭീകരാക്രമണമാണെന്ന് വ്യക്തമായി. ആ കാർ പൊട്ടിത്തെറിച്ച് ഉണ്ടായ അപകടത്തിൽ ഒരു കൊടും ഭീകരൻ കൊല്ലപ്പെട്ടു. അതിൻ്റെ തുടർച്ച അന്വേഷണം ഏറ്റെടുത്തവരൊക്കെയും അതിന് പിന്നാലെ തന്നെയുണ്ട്. ഭീകരത അവസാനിപ്പിച്ച് അടങ്ങൂ എന്ന നിലപാടാണ് ഭാരത സർക്കാരിനും. ഫരീദാബാദിൽ കൊടും ഭീകരരുടെ ലോഞ്ച് പാഡായ അൽ ഫലാഹ് ആശുപത്രിക്കെതിരെ കേസെടുത്തു. വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. അതേസമയം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2 ഡോക്ടർമാരടക്കം 3 പേർ കൂടി പിടിയിലായി. സ്ഫോടനം നടത്തിയ ഉമർ നബിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് പിടിയിലായത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, പിടിവിടാതെ പിന്നാലെയുണ്ട് അന്വേഷണ ഏജൻസികൾ, അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? കൃഷ്ണരാജ്, ഈ ഫരീദാബാദിൽ കൊടും ഭീകരരുടെ ലോഞ്ച് പാഡായ അൽ ഫലാഹ് ആശുപത്രിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് ആശുപത്രിക്കെതിരെ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തത്. UGCയും NACും ഈ കോളേജിനെതിരെ, ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. അതായത് 2 ഡോക്ടർമാർ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരൊക്കെ ഈ ആതുര ശുശ്രൂഷ എന്ന രീതിയിൽ നടക്കുന്നത് മനുഷ്യൻ്റെ ജീവൻ എടുക്കാനുള്ള ശുശ്രൂഷയ്ക്കാണ് എന്നുള്ളത് ഈ അൽ ഫലാഹ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ ഡൽഹിയിൽ സ്ഫോടനം നടത്തിയതിലൂടെ വ്യക്തമാവുകയാണ്. മുഹമ്മദ്, മുസ്താഖിം എന്നീ ഡോക്ടർമാരാണ് പിടിയിലായിട്ടുള്ളത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ആളുകളാണ് ഡൽഹിയിൽ ഈ സ്ഫോടനം നടത്തിയതും. ഈ ഉമർ നബിയുമായി, സ്ഫോടനം നടത്തിയ അയാളുമായി അടുത്ത ബന്ധം ഉള്ളവരാണ് ഈ 2 പേരും. ഈ ഭീകരർക്ക് അമോണിയം നൈട്രേറ്റ് അനധികൃതമായി വിറ്റ ദിനേശ് എന്നയാളാണ് പിടിയിലായ മറ്റൊരാൾ. ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഫരീദാബാദിൽ കൊടും ഭീകരരുടെ ലോഞ്ച് പാഡായ അൽ ഫലാഹ് ആശുപത്രിക്കെതിരെ കേസെടുത്തു. മാത്രമല്ല, ഡോക്ടർ ഉമർ നബിയെ കൂടാതെ സുഹൃത്തുക്കളായ 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. 2 ഡോക്ടർമാർ അക്കൂട്ടത്തിൽ പെടുന്നു. അതായത് ഒരു ആശുപത്രിയെ ഈ വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നത് വൈറ്റ് കോളർ ഭീകരത, ജിഹാദ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്.